ഹലോ. ആ ബാലചേട്ടാ, ഇത് ഞാനാ പ്രസീന്നാ വിളിക്കുന്നത്. പ്രസീന്ന് കല്യാണക്കുറി അടിക്കാൻ തന്നില്ലായിരുന്നാ? എന്റെ പൊന്ന് സല്ലേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. പിന്നെ കല്യാണ ലെറ്ററിന്റെ കാര്യം അറിയാല്ല. ഓ എടാ, വയസ്സ് 10-45 മുതുക്ക് മുറ്റടിച്ച് കല്യാണം കഴിക്കാതെ നിക്കുകയാണ്. 18 വർഷം കൊണ്ട് പെണ്ണാലോചിച്ചോണ്ടിരിക്കണ്. ഓ ഇപ്പൊ വന്ന ഈ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ അറിയാല്ല അവസ്ഥ. അതുകൊണ്ട് കല്യാണ ലെറ്റർ വെറൈറ്റി ആയിരിക്കണം. കല്യാണ ലെറ്റർ തുറക്കുമ്പോ തന്നെ പാട്ട് കേൾക്കണം. അത് ക്രിസ്മസ് കാർഡിലല്ലേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്? എടാ, ബാലേട്ടന്റെ കല്യാണം അല്ലേടാ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ കല്യാണ ലെറ്റർ ഒക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊന്നും ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടാണ് വിളിച്ചത്. എന്തോന്ന് സല്ലേ പറ. അതെ, ഇതിനകത്ത് പെണ്ണിന്റെ പേര് എഴുതിയിരിക്കുന്നതാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട്. എന്തോന്ന്? ഹിമക്കരടി എന്ന് എഴുതിയിരിക്കുന്നു. ഹിമക്കരടി? ആ എടാ, ഹിമ KRD എന്നല്ലടാ പോത്തെ ഞാൻ പറഞ്ഞു തന്നത്. ഓ, KR ദയാലുവിന്റെ മകൾ ഹിമ. അങ്ങനെ അണ്ണാ. പിന്നെ പറഞ്ഞോ. ഇതിനകത്ത് അവരുടെ അഡ്രസ് വെച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്ന് സനലെ, നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. എടാ, അഡ്രസ് കല്യാണ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കല്യാണം മുടക്കികൾ അവളെ വീട്ടിൽ ചെന്ന് കല്യാണം മുടക്കൂലേ. അതുകൊണ്ട് അഡ്രസ് വേണ്ട. അല്ല, അഡ്രസ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെണ്ണിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ താരത്തെ എന്തെങ്കിലും അഡ്രസ് കൊടുക്കണ്ടേ? എടാ, ഹിമ എന്ന് വെച്ചാ അതിന്റെ താഴെ വെച്ചോ കേരളം. കേരളം? ഓ, മുഹൂർത്തം 11:30-11:45 നടക്കല്ലേ? സനലെ, നീ ഇതിപ്പോ എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംസാരിച്ചെങ്കിൽ നിന്റെ വായിലെ ഒറ്റ പല്ല് പോലും കാണൂല. എന്താണ്? എടാ, മുഹൂർത്തം 11:30 ഉള്ളത് അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മുടക്കികൾ ആ സമയത്ത് വന്ന് കല്യാണം മുടക്കൂലേ. അതുകൊണ്ട് മുഹൂർത്തം വൈകുന്നേരം 6:30 അങ്ങനെ വെച്ചാ മതി. 6:30? 6:30. 11:30 6:30 വരെ സമയമുണ്ടല്ലോ, അതുപോലെ എനിക്ക്. പിന്നെ എന്റെ മാമന്റെ അമ്മ മക്കു ഇവിടെ ഇല്ലാത്തവനാണ് എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നത്. മക്കു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ചാടി 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 നിന്നവൻ ചെയ്തേനെ. അടിച്ചാടി നിന്ന് കളിക്കാൻ അവനാ കുരങ്ങനാണ്. ഇച്ചിരി പഴ വെച്ചതല്ലേ. അയ്യോ, എന്റെ അവസ്ഥ മനസ്സിലായില്ല. 18 വർഷം കൊണ്ട് ഞാൻ പെണ്ണാലോചിച്ചുകൊണ്ട് നടക്കണം, ഇതുവരെ കല്യാണം നടന്നില്ല. ജോത്സ്യം പറഞ്ഞ എന്തരെന്നറിയാ, ഇപ്പൊ കണ്ട പെണ്ണിനെ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുള്ള പെണ്ണിനെ കിട്ടുള്ളൂന്ന്. അങ്ങനെ വല്ലതും കിട്ടാനാണ് ബാലേട്ടന്റെ വിധി. ഞാൻ അന്ന് തൂങ്ങിച്ചാവും അറിയാ. അയ്യോ, ഞാനിനി എങ്ങനെ ജീവിച്ചു? മക്കു 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 തന്നെ കൂവി സ്വീകരിക്കുവാണ്. എടാ, മക്കു എന്ന് വിളിച്ചപ്പോ കൂവിന്റെ നീട്ടം കൂടി പോയടാ. ബാലേട്ടാ, എന്റെ മക്കളെ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂർ പോയിരിക്കുവായിരുന്നു. അവിടെ എന്തോന്ന് വിചാരിക്കാൻ പോയത് നീ? എന്റെ ബാലേട്ട, അവിടെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റുകൾ നടക്കുമല്ലായിരുന്നോ? അതിന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചു. അതിന് നിനക്കെന്തടാ? 18 വർഷത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിക്ക്. എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് വിരാട് കോഹ്ലി അല്ലേ? ഞാനാ? പിന്നല്ലാതാ. 18 വർഷമായിട്ട് ബാലേട്ടൻ പെണ്ണാലോചിച്ചിട്ട് നടക്കുവാണ്. പെണ്ണ് കിട്ടിയിട്ടില്ലല്ലോ. 18 എന്ന് പറയുന്നത് ലക്കി നമ്പറാണ്. ബാലേട്ടന്റെ കല്യാണം ഈ വർഷം തന്നെ നടന്നിരിക്കും. അയ്യോ, അറിയാല്ല. ഈ വർഷം നടന്നില്ലെങ്കിൽ ജോത്സ്യം പറഞ്ഞ അറിയാല്ല, ഒരു കൊച്ചുള്ളതിനെ കെട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ തീരുമാനിച്ച കല്യാണം നല്ല അമ്പസായിട്ട് നമ്മൾ നടത്തിയിരിക്കും. പക്കുവായിട്ട് നടത്തും ചേട്ടാ, പക്കുവായിട്ട് നടത്തും. മക്കു, പിന്നെ ഞാനൊരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാ ഞാൻ പുകവിടും. ഞാനൊരു പെഗടിച്ചാൽ ഞാൻ അപ്പോഴെന്നെ ഇറങ്ങി അടിച്ച് വീഴും. ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഞാൻ കൂർക്കം വലിക്കും. ഞാൻ CC ഇട്ടൊരു കാർ എടുത്താൽ ഞാൻ അടയ്ക്കോളാ, ഞാൻ അടയ്ക്കും. CC ആണ്? CC അല്ല, കാറിന്റെ ഡോറ്. പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ നീ ഉണ്ടാക്കി വെച്ചേക്കണ കടം ഞാൻ വീട്ടാനാ. ബാലേട്ടാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ബാലേട്ടൻ എന്റെ ചേട്ടനായിട്ട് കിട്ടിയത്. മക്കളെ, എന്റെ ചേട്ടനാണ് ബാലേട്ടൻ. മണ്ണപ്പം ചുട്ടു എന്റെ ബാലേട്ടാ, പക്ഷെ ഞാൻ സത്യം പറഞ്ഞു നമ്മൾ ബന്ധുക്കളായിട്ടല്ലേ ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ചേട്ടനെ പോലെ എന്റെ സ്വന്തം ചേട്ടനോട് ഞാനൊരു സത്യം മറച്ചു വെച്ചു. ബാലേട്ടാ, ബാലേട്ടൻ ഒന്നും ധരിക്കരുത്. എവിടെ പോണു? എവിടെ പോണെന്ന് ഒന്നും ധരിക്കല്ലെന്ന് പറഞ്ഞു ഒരു കളഞ്ഞിട്ട് വരാം. നീയില്ലാതെ നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തോ പറഞ്ഞത്? എന്റെ ബാലേട്ടാ, വേറെ ആരും അറിയരുത്. നമ്മൾ രണ്ടുപേരും മാത്രം ഇത് അറിയാവുള്ളൂ. എനിക്കൊരു ക്രഷുണ്ട്. എനിക്ക് 2 ബ്രഷ് ഉണ്ട്. ഞാൻ ആരടുത്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കണം. ക്രഷ് അല്ലെന്ന്, പിന്നെ എനിക്കൊരു ക്രഷ്, എനിക്കൊരു പെങ്കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന്. ഇങ്ങനെ പറ. അപ്പൊ അതുകൊണ്ടേ ബാലേട്ടന്റെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ആഴ്ച ഞാൻ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരും. അതെന്തോന്ന് സംസാരം മക്രു? അല്ല, എന്തോന്ന് സംസാരം മക്കു? എടാ, ബാലേട്ടന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കൊടൈക്കനാലിലോട്ട് ഞങ്ങൾ ഹണിമൂണിന് പോവല്ലേ. ഒരു ദിവസം 15,000 രൂപയുടെ റിസോർട്ടാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കണത്. 15 ദിവസത്തേക്ക്. കല്യാണം വരെ നോക്കി നിൽക്കണ്ട.
നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് വാടാ. അല്ല ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് വരാൻ നേരത്ത് ചേട്ടൻ നിൽക്കാൻ നേരത്ത് അനിയൻ കെട്ടിക്കൊണ്ടു വന്നു എന്നുള്ളൊരു ഇതാകത്തില്ലേ? ബാലേട്ടൻ ഉണ്ടല്ലോടാ, എന്തിനാണ് നോക്കണേ? വിളിച്ചോണ്ട് വാടാ പോയി. കുഴപ്പമില്ലേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സത്യം പറയട്ടെ. ആ പറ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ആ. അവളെയും വിളിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നത്. മക്കു, എനിക്ക് അറിയാറുന്നടാ നിന്റെ ഉടായിപ്പൊക്കെ. വിളിച്ചോണ്ടോ അവളെവിടെ? ഞാൻ ചേട്ടച്ചനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കാം. ചേട്ടച്ചനാ? നമുക്ക് അച്ഛനില്ലല്ലോ, അപ്പൊ ചേട്ടനും അച്ഛനുമായിട്ട് ഞാൻ റെഡി ആയിരിക്കാം. ഓ, ഷൈൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പൊ കൊലവിളക്ക് എടുത്ത് നെടുത്തട്ടാ, അല്ല നിലവിളക്ക് എടുത്ത് കൊടുത്തട്ടാ. ഓക്കേ, വിളിച്ചോണ്ടോ വിളിച്ചോണ്ട് വരാം. എനിക്ക് വയ്യ. ഇങ്ങോട്ട് സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ നിന്നെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. എന്റെ ബാലേട്ടൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം സമ്മതിച്ചത്. ആ, അയ്യോ, ബാലേട്ടൻ വരുന്നു, ബാലേട്ടൻ. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ് മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ് മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ് മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ്. മക്കളെ, ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നൊരു പെൺകിടാവാണ്. ഐശ്വര്യത്തോടെ 2 കൈ നീട്ടി വാങ്ങിച്ചോ. എന്നാ മായിരി, എന്തിനു നാണിക്കണം? നിന്ന് അങ്ങോട്ട് മായിരി. ഒന്ന് നോക്കട്ടെ, മുഖം നോക്കട്ടെ. വന്ന് കയറി ബാലേട്ടന് വിളക്കിന് തല്ലി താഴ്ത്തിട്ടടി. ഞാനൊന്നും ചെയ്തില്ല. ആ ചേട്ടൻ തന്നെ തന്നെ ബോധം കിട്ട് വീണതാണ്. തന്നെത്താനെ ബോധം കിട്ടു വീണെന്നാ? ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ചേട്ടാ 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 എനിക്ക് ചേട്ടാ. മാധവി. മാധവിയല്ല, ഹിമ ഹിമ. മൂദേവി, മൂദേവിയാ ഞാനാ. നീ എന്നെ ചതിക്കായിരുന്നല്ലേടി? ഞാനെന്ത് ചെയ്ത്? എടി, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ കൈയും പിടിച്ച് കയറി വരേണ്ടവളാണ് നീ ഈ വീട്ടില്. എന്റെ മാമന്റെ മോന്റെ കൈയും പിടിച്ച് കയറി വന്നേക്കണ്. നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ? അങ്ങനെയൊന്നുമല്ല, അത് വേറെ കാര്യമുണ്ട് ചേട്ടാ. കാര്യം അറിയാൻ. എവിടെ പോണ്? ബാലേട്ടൻ മുഖം കെട്ട് കിടക്കുന്നു. എടാ, ഞാൻ ഇവിടെ നിൽക്കണ്ട. ടെൻഷൻ കൊണ്ട് പറ്റിപ്പോയത്. ഇതാണ് ഹിമ. അറിയാലോ, പരിചയപ്പെട്ട്. സത്യം പറയല്ലോ ബാലേട്ട, ഇവളുടെ വീട്ടില് ഇവക്കൊരു കല്യാണം ഉറപ്പിച്ചു. ആരുമായിട്ടാന്നറിയാമോ? ഒരു കിളവനുമായിട്ട്. എന്റെ ഈ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ ഒരു കിളവൻ കല്യാണം കഴിച്ചോട്ട് പോകുന്നു. പക്ഷെ എനിക്കിപ്പോ അതല്ല ചിരി വരുന്നത്. ഞാനിപ്പോ ഇവളെ ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നല്ലോ. ഇപ്പൊ ഇവളെ കെട്ടാനിരുന്നൊരു മണകുണാഞ്ച കിളവനുണ്ടല്ലോ, അവന്റെ മാനസികാവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കിളവൻ 10-45 വയസ്സുള്ള ആ കളവനാണ് ഞാൻ. മനസ്സിലായില്ല. എടാ, ഇവിടെ കെട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? ഇവിടെ വീട്ടിൽ കൊണ്ടുവരായിരുന്നില്ലേ? ആ പെണ്ണാണ് ഇതെന്ന് നീ വിളിച്ചോണ്ട് വന്നത്. അല്ല ബാലേട്ടൻ, സത്യം പറഞ്ഞ ബാലേട്ടൻ ഞാൻ പോയി കണ്ട പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേനെ. അവളെയല്ല, ബാലേട്ടൻ ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി. ഞാൻ പ്രേമിച്ച വേണ്ടി എങ്ങനെ ബാലേട്ടൻ വരാനായിട്ട് പറ്റുന്നത്? ഞാനിപ്പോ എന്തോന്ന് ചെയ്യുമെന്ന് പറ. ഞാൻ ചേട്ടനോട് അന്ന് എനിക്ക് ഒരു ഇങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കെങ്കിലും ഒരു വാക്ക് എന്റെ അടുത്ത് പറയാത്തന്തടി, ഒരു വാക്ക് പറയാത്തത്. അതല്ല, ഞാൻ ഒരു കാര്യം പറയാനുണ്ട് ചേട്ടാ, ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഒരു കാര്യം പറയണ്ടെന്നാണ് ഇങ്ങനെ കാണിച്ചത്. ഒരു കാര്യം പറയാൻ ഞാൻ വിചാരിച്ച എന്തെന്നറിയാ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊച്ചു മതി എന്ന് പറഞ്ഞു. എടാ, ഇത് ഞാൻ എന്തോ അറിയണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൊച്ചേ, പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് മുതൽ ഇന്നലെ രാത്രി 12:40 വരെ എന്തുമാത്രം മെസ്സേജ് ഞാൻ നിനക്ക് അയച്ചടി. എനിക്കില്ല. ഇങ്ങനെയുള്ള സാധനം അയച്ചാ, സൈഡിൽ ഇങ്ങനെ ചിറകിട്ടടിക്കുന്ന സാധനം അയച്ചാ. ഇന്നലെ രാത്രി കൂടെ 8:10 ഉമ്മ വന്നാ ഞാൻ. അയ്യോ, അതെന്താന്നറിയാമോ? ചേട്ടൻ പെണ്ണുണ്ടിട്ട് പോയപ്പോ തന്നെ ഞാൻ അച്ഛനോട് അമ്മച്ചിനും പറഞ്ഞ് എനിക്ക് മഹേഷിനും മതി, ഞാൻ ചേട്ടനെ കല്യാണം കഴിക്കൂല, എനിക്ക് ഇഷ്ടമുള്ള. അപ്പൊ തന്നെ എന്റെ കുഞ്ഞമ്മ ഫോൺ മേടിച്ചെടുത്ത്, നിനക്ക് ഫോൺ വേണ്ടേ, നീ അവരെങ്ങനെ വിളിക്കുന്നു കാണട്ടെ എന്ന് പറഞ്ഞ കുഞ്ഞമ്മ മേടിച്ചോണ്ട് പോയി. എനിക്ക് ഫോണൊന്നുമില്ല. നിന്റെ ഫോൺ കുഞ്ഞമ്മേടയില്ല? കുഞ്ഞമ്മടയില്ലേ? ഞാൻ അയച്ച മെസ്സേജിന്റെ ഒക്കെ മറുപടി തന്നത് കുഞ്ഞമ്മ. ലവ് ചിഹ്നത്തിന്റെ മറുപടി തന്നത് കുഞ്ഞമ്മ. ഉമ്മ തന്നത് കുഞ്ഞമ്മ. കുഞ്ഞമ്മ കെട്ടിയതാണ്. കൊച്ചുണ്ടോ? ഒരു കൊച്ചുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ഉമ്മയല്ല, ഒരു ഉമ്മ കൊടുത്തപ്പോ 40 ഉമ്മ തിരിച്ചു തന്നത്. എടാ, ജോത്സ്യം പറഞ്ഞത് സംഭവിക്കാൻ പോണ്ട. ഒരു കൊച്ചുള്ളതിനെ കെട്ടുമെന്ന് പറഞ്ഞില്ലേ? സംഭവിക്കാൻ പോണ്ട. എടാ, ഞാൻ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാ ഞാൻ പുക വിടും. നീ എന്തിനാ പോകണത്? എന്റെ മൂക്കം വായി മലിക്കാനാ വെച്ചേക്കണത്. ഞാൻ പുക വിടും. ഞാനൊരു പെഗടിച്ചാൽ നീ എന്നെ പൈസ കൊടുക്കണം. ഇല്ല, ഞാൻ നീ അടിക്കുന്ന പെക്കിന്റെ പൈസ ഞാൻ കൊടുക്കണം. ബാലേട്ടാ, കൂലേട്ടൻ പറഞ്ഞു വിടാ അതിനകത്തോട്ട്. ബാലേട്ടൻ എന്നെ അങ്ങനെയാണല്ലേ കണ്ടത്. ബാലേട്ടൻ അതും ഇതും പറയും. ബാലേട്ടൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. അനുഗ്രഹം മേടിക്ക് വന്നു. പുള്ളി എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടടിച്ചിട്ട് അനുഗ്രഹം മേടിക്കാൻ പറ്റും. ചുമ്മാ അനുഗ്രഹം. അച്ഛനാ അനുഗ്രഹിച്ചിരിക്കുന്നു. കാര്യം ചെയ്യും, വെള്ളക്കൂടുത്തോണ്ട് അത്തോട്ട് പൊക്കോ. ഞാൻ അങ്ങോട്ട് വരാം. മക്കു, എന്തോ നിനക്ക് ഓർമ്മ ഉണ്ടാടാ മക്കു? പണ്ട് ഞാൻ
9 പഠിക്കുമ്പോ നീ 5ാം ക്ലാസ്സിൽ പഠിക്കണ് അറിയാ. നീ 5ൽ നിന്ന് ജയിച്ച് 9 വരെ വരാൻ വേണ്ടി ഞാൻ 9 വരെ തോറ്റ് പഠിച്ച് അറിയാം നിനക്ക്. അത് സംഭവം ശരിയാണ്. എന്നിട്ട് നീ 9ൽ വന്ന് നമ്മൾ രണ്ടും കൂടെ 10ാം ക്ലാസ്സിലായി. 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് 10ൽ ഞാൻ ജയിച്ച് നീ തോറ്റ്. തോറ്റ നിനക്ക് പെണ്ണ് കിട്ടി, ജയിച്ച എനിക്ക് കിട്ടിയില്ല ഇതുവരെ. അതൊക്കെ അങ്ങ് വിട് ബാലേട്ടാ, അതൊക്കെ അങ്ങ് വിട്. ഞാൻ എന്തായാലും എന്റെ മുത്തിന്റെ അടുത്തുണ്ടെന്ന് പോയിട്ട് എന്നാ ചുമ്മാ പോയിട്ട് വരാം. ഇളക്കം കുറച്ച് വെയ് കേട്ടാ. ദൈവമേ, മറ്റവൻ കല്യാണ ലെറ്റർ അടിച്ച് കാണും തുറക്കുമ്പോ പാട്ട് കേൾക്കണം. ഹലോ ഹലോ അല്ലേ? എടാ മറ്റേ തുറക്കുമ്പം പാട്ട് കേൾക്കണ കല്യാണ അല്ല കിടക്ക ഒരു പാട്ട് സെറ്റ് ചെയ്തോണ്ട് പിന്നെ പറയണ കേൾടാ, ആ പാട്ട് വേണ്ട, വേറെ പാട്ട് മാറ്റി പിടിക്കാം. എടാ അതല്ലെന്ന്, പിന്നെ കല്യാണം മുടങ്ങി സനലേ, കല്യാണം മുടങ്ങി. ദൈവമേ, കല്യാണ കുറിക്കകത്ത് പെണ്ണിന്റെ അഡ്രസ് പോലും കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാ കല്യാണം മുടങ്ങിയത്? എനിക്കൊരു മാമന്റെ മോണ്ടല്ല മക്കു, ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ അവൻ വിളിച്ചോണ്ട് വന്നതാ. നിനക്ക് ചിരി. എടാ എനിക്കിനി ആകെ ഒരു വിഷമമുള്ളത് എന്താ? ഞങ്ങൾക്ക് ജനിക്കാൻ പോണ ഒരു കൊച്ചുണ്ടല്ല, അതിനെ കിടത്താനുള്ള തൊട്ടിൽ വരെ വാങ്ങിച്ച് അകത്ത് റൂമിൽ ഇട്ടേക്കുണ്ട്. ഞാൻ എന്തോന്ന് ചെയ്യുമെന്ന് പറ നീ. എന്നാ അതെടുത്തിട്ടോണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാൻ? ഇവനെ വിളിക്കണ്ടായിരുന്നു. ആരടാ ഇവനെയൊക്കെ വിളിച്ചത്? മുത്തേ, എന്താണ് ചക്കരെ? ചക്കര പൊന്നെ. ഓ മഹേഷേട്ടാ, എന്നാലും നമ്മൾ ഇങ്ങനെ ഒന്നിക്കുന്നത് ഞാൻ എന്നുള്ള ഒരു ചിന്തയില്ല. ചേട്ടച്ചൻ കേക്കും. കേട്ടച്ചനാ? എടി 10-45 വയസ്സുണ്ട്, ആ പൊട്ടന് ചെവി കേട്ടുകൂടാ. കേക്കാലോ രണ്ടും. ഈ ചെറുക്കന് ഒരു നാണുമില്ല, കൈ വിടുന്നു പോ. എന്താണ് നീ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നേ. നാണക്കേട്, എനിക്ക് അവന്റെ മുമ്പ് നിൽക്കാം. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാ ഇത് കൊള്ളാല്ല. വിളിച്ചെടുത്ത് വരത്തില്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കേക്കത്തുമില്ല. മക്ക് വന്നിട്ട് 1.5 മണിക്കൂറായി. ബാലേട്ട ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാന്ന് അവൻ ചോദിച്ചില്ല. ഇപ്പൊ കയറി വന്ന പെണ്ണിന് ഐസ്ക്രീം എടുത്ത് വെച്ചേക്കണ്. ഞാൻ കഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയാ മതിയടാ. ഈ ചെറുക്കന്റെ കാര്യം കൈ എന്റെ അച്ചിൽ നിന്നാ മതി. പിന്നല്ലാതെ എന്റെ മുത്തേ, കാലി കൊണ്ട് കിട്ടി. ആണയില്ല വന്ന് കാരണം എന്നെ തന്ന പെണ്ണും പിള്ളേടെ കാല് കടവണ്. എഴിച്ച പോയി ചാവടാ എഴിച്ച. എടാ എന്തോന്ന് ആചാരോടാ ഇതൊക്കെ? എന്തോന്ന് ആചാരങ്ങൾ ഇത്? എവിടുന്നടാ? പോടാ. ഇത് സംഭവേ പോ. അവളുടെ വീട് കുട്ടനാടാണല്ലോ. അതിനെന്ത് എടുത്ത് മാറ്റി? മൊത്തം വളങ്കടി. അപ്പൊ അതിനുള്ള മരുന്നിട്ട് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. വളങ്കടി കാലേലി. ഐസ്ക്രീം അല്ലേ ഇത്? ഐസ്ക്രീം അല്ലേ? അയ്പം വെള്ളം പറ. എന്റെ ദൈവമേ, ഒരു കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭ്രാന്ത് വരേണ്ട കാര്യമുണ്ട്? എന്ത് പറ്റി? ചുണ്ടു നാക്കും കൂടി കൊടുത്തു. ചുണ്ടു നാക്കും കൂടെ കടിച്ചാ പൊട്ടിയാന്നിട്ട് ചോര വന്നാ? ചേടാ, ചോര വരുന്നുണ്ട്, ചോര വരുന്നു. അയ്യോ, ഹോട്ടല് കൂടുതലാണ് കേട്ടോ. കരുകളഞ്ഞേ എന്തുപറ്റിയടി? ചുണ്ടു നാക്കും പൊട്ടി. എന്ത് നാക്ക് പൊട്ടി? എന്ത് പറ്റിയ? കടിച്ച്. ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്ത് വിടാടാ. അല്ല, അത് സംഭവിച്ച നീ ഉണ്ടാക്കാൻ നിക്കണ്ട. 10-45 വയസ്സ് കഴിഞ്ഞ്. പാലേട്ടൻ അറിയാവോ എന്തോന്ന്? ആ ഇരിക്കുന്ന എന്റെ മുത്താണ്. ഞാനൊരു സോഡ കുടിച്ചാ ഞാൻ ഗ്യാസ് വിടും. എനിക്കൊരു പനി വന്നാ ഞാൻ പാരസിറ്റമോൾ ഗുളിക കഴിക്കും. അവക്ക് വയറിന് സുഖമില്ലെങ്കിൽ ഞാൻ തുമ്മും. ഞാൻ അടിച്ചോണ്ട് നടന്ന ഡയലോഗ് എടുത്ത് എന്റെ മണ്ടയ്ക്ക് തിരിച്ചടിക്കണം. അല്ല പാലേട്ട, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ. അവസാനം കഴിഞ്ഞു വാ. എന്താ? ആരും അറിയണ്ട. എന്തുവാ? വെച്ച് മാറ്റാൻ പറ്റുമോ? ഞാൻ നോക്കത്തില്ല. ഡയലോഗ് മാറിപ്പോയി. ഞാനേ ഇനി ഇവിടെ നിൽക്കില്ല. എവിടെ പോണു? ഞാൻ കൊടൈക്കനാലിൽ പോണു. കൊടൈക്കനാലിൽ പോയിട്ട് എന്താ? എടാ, സൂയിസൈഡ് പോയിന്റ് എവിടെയാണുള്ളത്? അവിടെ പോയി എടുത്ത് ചാടി അങ്ങ് ചാവും. ആത്മഹത്യ പോണ്. എന്റെ പാലേട്ട പോകരുത്. പോകരുത്. ദേഹത്ത് പിടിക്കരുത്. വളർന്ന സ്നേഹമുറങ്ങി കനലായെരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും എന്റെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയി അവൻ വിളിച്ചു തിരിച്ച്. നീ കെട്ടിച്ചു വരുമെന്ന് തോള. കൊടൈക്കനാലിലോട്ട് പോകാൻ തീരുമാനിച്ചടാ. മാറ്റമില്ല. ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ചാവോളാ ചാവും. പറ. 15 ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ? അതിന്റെ താക്കോലും ടിക്കറ്റും എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് പൊക്കോളൂ. നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ടാ ഇങ്ങനെയൊക്കെ പറയാ? നാണമില്ലാടാ നിനക്ക്? എന്തോ പാലേട്ടൻ, ഞാനിപ്പോ എന്ത് ചെയ്തെന്ന്? നീ ഒന്നും ചെയ്യണ്ട. കണ്ടാ, പാലേട്ടന് ജീവിതം തിരിച്ചു കിട്ടിയടാ. കുഞ്ഞമ്മയെങ്കിൽ കുഞ്ഞമ്മ. പറമുത്തേ. ബാഗ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പോയി.
പാലേട്ടതാവരണം എന്തോ പാലട്ടെ പാലട്ടെ പറഞ്ഞു പാലേട്ട എല്ലാം സെറ്റ് ചെയ്ത് ചേട്ടച്ചാ ചേട്ടച്ചാ ചേട്ടച്ചാന്നാ മേലാൽ അങ്ങനെയുള്ള വിളി വിളിക്കരുത് പിന്നെ കൊച്ചിച്ചാന്ന് വിളിക്കൂ കൊച്ചേ കൊച്ചിച്ചാനാ ആ നിന്റെ കുഞ്ഞമ്മ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു എനിക്ക് മനസ്സിലായി ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചല്ല കുഞ്ഞമ്മയെ കെട്ടാൻ തീരുമാനിച്ചത് കൊണ്ടാണ് കൊച്ചിച്ചൻ എന്ന് വിളിക്കാൻ പറഞ്ഞത്. അതെ അങ്ങനെയല്ല കൊച്ചിച്ചൻ എന്നുള്ള പേരിട്ടത് പിന്നെ? എന്തായാലും ഒരു കൊച്ചുള്ളതിനെ കെട്ടാൻ തീരുമാനിച്ചല്ല അപ്പൊ ഞാൻ എനിക്ക് തന്നെ കിട്ട പേരാണ് കൊച്ചിച്ചൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.